ഹലോ എവ്രി വൺ. ഇപ്പോൾ ജാവയുടെ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ജാവ പ്രോഗ്രാംസിൽ നിന്നുള്ള ഔട്ട്പുട്ട് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാമെന്നുള്ളത് പഠിച്ചു. ഔട്ട്പുട്ട് എങ്ങനെ നമ്മൾ പ്രിൻറ്റ് ചെയ്യും, അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ്, ഒരു 3 ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് പഠിച്ചു ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യുന്നതിനെ. അപ്പോൾ റിസൾട്ട് നമ്മൾ എങ്ങനെ പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രീവിയസ് വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി എങ്ങനെ ഇൻപുട്ട് ഒരു ജാവ പ്രോഗ്രാമിലേക്ക് വാങ്ങാം, ഇൻപുട്ട് എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ പ്രീവിയസ് വീഡിയോസ് ഇഷ്ടപ്പെട്ടവ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതുന്ന കോഡായാലും ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ യൂസർ ഒരു ഇൻപുട്ട് കൊടുക്കണം. സോ യൂസർ കൊടുക്കുന്ന ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്തതിന് ശേഷമായിരിക്കും കറസ്പോണ്ടിങ് ആയ ഒരു ഔട്ട്പുട്ട് ആ ഒരു പെർട്ടിക്കുലർ കോഡ് പ്രെഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിസൾട്ടായിട്ട് തരുന്നത്. സോ അത്തരത്തിലുള്ള ഒരു ഇൻപുട്ട് ജാവ പ്രോഗ്രാംസിൽ എങ്ങനെ കൊടുക്കാം, അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ്, അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസുമാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി ജാവ പ്രോഗ്രാമിലെ 3 ഡിഫറെൻറ്റ് മെത്തേഡിലൂടെ ഇൻപുട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. സോ അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് യൂസിങ് സ്കാനർ ക്ലാസ്, സെക്കൻഡ് വൺ യൂസിങ് ബഫേർഡ് റീഡർ ക്ലാസ്, തേർഡ് വൺ കൺസോൾ ക്ലാസ്. സോ 3 പ്രീ ഡിഫൈൻഡ് ക്ലാസ്സസ് ജാവ പ്രോഗ്രാമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബൈ യൂസിങ് എനി ഓഫ് ദീസ് 3 ക്ലാസ്സസ് വി ക്യാൻ റീഡ് ഇൻപുട്ട് ഇൻ ടു എ ജാവ പ്രോഗ്രാം. സോ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സോ ജാവ പ്രോഗ്രാംസിൽ ഇൻപുട്ട് റീഡ് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്കാനർ ക്ലാസ് യൂസ് ചെയ്തുകൊണ്ടാണ്. സോ സ്കാനർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ജാവ ലാംഗ്വേജിനകത്തുള്ള ഒരു പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആണ്. സോ സ്കാനർ എന്നുള്ള ക്ലാസ് പ്രീ ഡിഫൈൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്കത് നമ്മുടെ പെർട്ടിക്കുലർ പ്രോഗ്രാമിൽ യൂസ് ചെയ്യണമെങ്കിൽ ഒരു പാക്കേജ് കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്തിരിക്കണം. ആ പാക്കേജാണ് java.util, java.util, യൂട്ടിലിറ്റി എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് UTIL. സോ java.util എന്ന പാക്കേജ് ഇമ്പോർട്ട് ചെയ്താൽ മാത്രമേ സ്കാനർ എന്ന ക്ലാസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എപ്പോൾ നിങ്ങൾ ഇൻപുട്ട് സ്കാനർ ക്ലാസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഇൻപുട്ട് റീഡ് ചെയ്യുന്ന ജാവ പ്രോഗ്രാം എഴുതിയാലും അതിൻ്റെ ആ പെർട്ടിക്കുലർ പ്രോഗ്രാമിൻ്റെ ടോപ്പിലായിട്ട് പാക്കേജസ് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷനിൽ ഇമ്പോർട്ട് java.util.scanner എന്ന പാക്കേജ് കമ്പൽസറി ആയിട്ട് ഇമ്പോർട്ട് ചെയ്തിരിക്കണം. ദെൻ ബേസിക്കലി ഈ സ്കാനർ ക്ലാസ് എന്ന് പറയുന്നതാണ് വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ജാവ പ്രോഗ്രാം ഇൻപുട്ട് ചെയ്യുന്ന ഒരു ക്ലാസ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ സ്കാനർ ക്ലാസ് വെച്ചിട്ട് തന്നെ നമുക്ക് ബേസിക്കലി ഉള്ള എല്ലാ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സും ഇൻപുട്ടായിട്ട് വാങ്ങാൻ പറ്റും. അതായത് ജാവയുടെ തന്നെ പ്രീവിയസ് വീഡിയോസിൽ ഡേറ്റ ടൈപ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കാണാത്തവരുണ്ടെങ്കിൽ അവിടെ ആ സെക്ഷൻ പോയി ഒന്ന് കാണുക. സോ അവിടെ നമ്മൾ പഠിച്ച പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത് ഇൻറ്റ്, ഡബിൾ, ലോങ്, ഷോർട്ട്, ഫ്ലോട്ട്, ബൈറ്റ് ഇതൊക്കെയാണ്. സോ ഈ എല്ലാ ടൈപ്പിലുള്ള പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് ഇൻ ജാവയും നമുക്ക് സ്കാനർ ക്ലാസ് കൊണ്ട് ഇൻപുട്ടായിട്ട് വാങ്ങാൻ അല്ലെങ്കിൽ ഇൻപുട്ടായിട്ട് റീഡ് ചെയ്യാൻ ഈ സ്കാനർ ക്ലാസ് യൂസ് ചെയ്ത് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഇത്രയും വൈഡായിട്ടുള്ള പ്രിമിറ്റീവ് ടൈപ്പിലുള്ള ഇൻപുട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ സ്കാനർ ക്ലാസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് റീഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സ്കാനർ ക്ലാസിൻ്റെ സിൻടാക്സ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്കാനർ എന്ന കീവേഡ് എഴുതുക. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എസ് ക്യാപിറ്റൽ ലെറ്റർ ആണ്. സ്കാനർ നമ്മൾ എവിടെ എഴുതിയാലും അതിൻ്റെ എസ് ക്യാപിറ്റൽ ആയിരിക്കണം. സോ സ്കാനർ എന്നുള്ള കീവേഡ് എഴുതി. ദെൻ സ്കാനർ എന്ന കീവേഡിന് ശേഷം SC എന്ന ഒരു 2 ലെറ്റേഴ്സ് നിങ്ങൾക്ക് കാണാം. അത് ആക്ച്വലി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്. സ്കാനർ SC = ന്യൂ സ്കാനർ system.in എന്ന് പറയുന്നത് സ്കാനർ ക്ലാസ് നമ്മൾ പ്രോഗ്രാമിലേക്ക് യൂസ് ചെയ്യുമ്പോൾ സ്കാനർ ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പെർട്ടിക്കുലർ സ്കാനർ ക്ലാസ് കോഡിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സ്കാനർ ക്ലാസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഇൻപുട്ട് റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആ ഒരു സ്കാനർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിന് ഞാൻ കൊടുത്ത പേരാണ് SC. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ആ ഒരു വേർഡ് മാറ്റാവുന്നതാണ്. SC എന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഒബ്ജക്റ്റ് എന്ന് തന്നെ കൊടുക്കാം, OB. അത് ആക്ച്വലി ഒരു ഐഡൻറ്റിഫയറിൻ്റെ നെയിമാണ്. അപ്പോൾ ജാവ പ്രോഗ്രാമിൽ ഐഡൻറ്റിഫയറിന് എങ്ങനെ നെയിം കൊടുക്കും എന്നുള്ള പോർഷൻ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതനുസരിച്ച് നമുക്ക് പേര് കൊടുക്കാം. SC ഇൻപുട്ട്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ്, OB, അല്ലെങ്കിൽ സിംപ്ലി S എന്ന് കൊടുക്കാം. അപ്പോൾ സ്കാനർ എന്നുള്ളതിന് ഫസ്റ്റ് 2 ലെറ്റർ SC എന്നുള്ള രീതിക്കാണ് അവിടെ SC കൊടുത്തിരിക്കുന്നത്. അതൊരു ഒബ്ജക്റ്റിൻ്റെ പേരാണ്, യൂസറിൻ്റെ പേര് ഇഷ്ടം അനുസരിച്ച് കൊടുക്കാവുന്നതാണ്. സോ സ്കാനർ എന്ന കീവേഡ് എഴുതി. ദെൻ ഒബ്ജക്റ്റിൻ്റെ പേരെന്താണോ അത് എഴുതുക. = സിമ്പൽ യൂസ് ചെയ്തു. ദെൻ ന്യൂ എന്നൊരു കീവേഡ്. ന്യൂ എന്നുള്ളത് ആക്ച്വലി ഇവിടെ ഒരു കൺസ്ട്രക്റ്റർ, സ്കാനർ എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്റ്റർ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നടക്കുന്നത്. സോ ന്യൂ എന്നുള്ളത് ഒരു കീവേഡാണ്. ആ ന്യൂ എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതണം, സ്മോൾ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്.
നെക്സ്റ്റ് എഗെയിൻ സ്കാനർ എന്ന് എഴുതുക. അതൊരു ഫംഗ്ഷൻ ആണ്. സോ സ്കാനർ ഫംഗ്ഷൻ കോൾ ചെയ്തു. ആ സ്കാനർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ പാരാമീറ്ററായിട്ട് പാസ് ചെയ്തിരിക്കുന്നത് system.in എന്ന ഒരു വേർഡാണ്, system.in. ലാസ്റ്റ് ആ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തതിനു ശേഷം സെമികോളൻ ഇടുക. സോ ബേസിക്കലി ഇതാണ് സ്കാനർ ക്ലാസ് വെച്ചിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ്. അപ്പോൾ ഈ സിൻടാക്സ് നല്ലപോലെ പഠിക്കണം. ഈ സിൻടാക്സും കമ്പൽസറി ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ വേണം. അപ്പോൾ സ്കാനർ ക്ലാസ് യൂസ് ചെയ്യണമെങ്കിൽ കമ്പൽസറി ആയിട്ട് പ്രോഗ്രാമിൽ വേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ സ്കാനർ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. സ്കാനർ ഒബ്ജക്റ്റിൻ്റെ പേര് ഈക്വൽ ടു ന്യൂ സ്കാനർ ബ്രാക്കറ്റിൽ system.in. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് java.util എന്ന പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് സ്കാനർ ക്ലാസ്സിലെ കുറച്ച് മെത്തേഡ്സ് ആണ്. സോ ഇതിലുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് പഠിച്ചാൽ മാത്രമേ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻപുട്ട് റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ മെത്തേഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് ഇൻ ജാവ എന്ന് പറയുന്നത് ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ, ബൈറ്റ്, അതുപോലെ സ്ട്രിങ്, ബൂളിയൻ, ലോങ്, അങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ്, ഷോർട്ട്, അതൊക്കെ നമ്മൾ പഠിച്ചു. സോ ഈ പറഞ്ഞ എല്ലാ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സും സ്കാനർ ക്ലാസ്സിൽ ഇൻപുട്ടായിട്ട് റീഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ നെയിം അല്ലെങ്കിൽ ഈ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് ഫംഗ്ഷനായിട്ട് വരുന്നത് തന്നെയാണ് നമ്മുടെ മെത്തേഡും. സോ പ്രത്യേകിച്ച് എക്സ്ട്രാ ഒന്നും പഠിക്കാനില്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണോ ഡേറ്റ ടൈപ്സ് വേണ്ടത് അതിൻ്റെ പേര്, ഏത് ഡേറ്റ ടൈപ്പാണോ നമ്മൾ റീഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ 2 നമ്പർ ആഡ് ചെയ്യുന്നൊരു പ്രോഗ്രാം ചെയ്യുകയാണ്. അപ്പോൾ 2 നമ്പേഴ്സാണ് എനിക്ക് റീഡ് ചെയ്യേണ്ടത്. നമ്പർ എന്ന് പറയുമ്പോൾ ഇൻറ്റിജർ നമ്പർ ആയിരിക്കും. സോ ഇൻറ്റിജർ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇൻറ്റിജർ വാല്യൂ ഇൻപുട്ടായിട്ട് റീഡ് ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ യൂസ് ചെയ്ത ഡേറ്റ ടൈപ്പ് ഇൻറ്റ് ആയിരിക്കും. സോ അതിൻ്റെ വാല്യൂ എൻ്റർ അല്ലെങ്കിൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റ് എന്ന കീവേഡ് എഴുതുക. ദെൻ നെക്സ്റ്റ് ഇൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഈ ഒരു പെർട്ടിക്കുലർ ലൈൻ യൂസ് ചെയ്താണ് ഇൻറ്റിജർ വാല്യൂസ് റീഡ് ചെയ്യുന്നത്. സിമിലർലി ഫ്ലോട്ട്, ഡബിൾ, ബൈറ്റ്, സ്ട്രിങ്, ബൂളിയൻ, ലോങ്, ഷോർട്ട് അങ്ങനെയുള്ള എല്ലാ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സിലുള്ള വാല്യൂസും സ്കാനർ ക്ലാസ്സിലെ ഈ പെർട്ടിക്കുലർ മെത്തേഡ്സ് യൂസ് ചെയ്ത് റീഡ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻറ്റ്, നെക്സ്റ്റ് ഇൻറ്റ് ഫംഗ്ഷൻ, ഫ്ലോട്ട്, നെക്സ്റ്റ് ഫ്ലോട്ട് ഫംഗ്ഷൻ, ഡബിൾ, നെക്സ്റ്റ് ഡബിൾ ഫംഗ്ഷൻ, ബൈറ്റ്, നെക്സ്റ്റ് ബൈറ്റ് ഫംഗ്ഷൻ, സ്ട്രിങ്, നെക്സ്റ്റ് ലൈൻ ഫംഗ്ഷൻ, ബൂളിയൻ, നെക്സ്റ്റ് ബൂളിയൻ ഫംഗ്ഷൻ, ലോങ്, നെക്സ്റ്റ് ലോങ് ഫംഗ്ഷൻ, അതുപോലെ ഷോർട്ട്, നെക്സ്റ്റ് ഷോർട്ട് ഫംഗ്ഷൻ. ഇങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. സോ ബേസിക്കലി ഈ മെത്തേഡ്സ് നല്ലപോലെ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ ഡേറ്റ ടൈപ്പിൻ്റെ പേര് തന്നെയാണ്. അതിന് ഇപ്പോൾ ഇൻറ്റിജർ ആണെങ്കിൽ കീവേഡ് ഇൻറ്റ് ആണെന്നൊക്കെ നമ്മൾ പ്രീവിയസ് ജാവ ഡേറ്റ ടൈപ്പ് വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. സോ അത് കാണാത്തവർ പോയി കാണുക. ദെൻ എല്ലാ ഡേറ്റ ടൈപ്പിൻ്റെ പേരിനും ശേഷം നെക്സ്റ്റ് എന്നൊരു കീവേഡ് എഴുതുക. നെക്സ്റ്റ് എന്ന് എഴുതിയിട്ട് സ്പേസ് ഒന്നും വിടാതെ തന്നെ ആ സെയിം ഡേറ്റ ടൈപ്പ് ഏതാണോ ആ ഡേറ്റ ടൈപ്പിൻ്റെ പേര് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. നെക്സ്റ്റ് ഇൻറ്റ്, ഇൻറ്റിൽ ഐ ക്യാപിറ്റലാണ്. അതുപോലെ നെക്സ്റ്റ് ഫ്ലോട്ടിൽ എഫ് ക്യാപിറ്റലാണ്. നെക്സ്റ്റ് ഡബിളിൽ ഡി ക്യാപിറ്റൽ ലെറ്റർ ആണ്. അതുപോലെ എല്ലാത്തിലും ക്യാപിറ്റൽ ലെറ്റർ എഴുതുക. ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ എന്നുള്ള കീവേഡ് ആയതുകൊണ്ടാണ് ആദ്യം എഴുതിയിരിക്കുന്നതിൽ നമ്മൾ സ്മോൾ ലെറ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നെക്സ്റ്റ് ഇൻറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. സോ അത് അതുപോലെ ക്യാപിറ്റൽ എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് ആ രീതിയിൽ തന്നെ എഴുതുക. സോ ഇത്രയാണ് ബേസിക്കലി സ്കാനർ ക്ലാസ്സിൽ വരുന്ന മെത്തേഡ്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്കാനർ ക്ലാസ് വച്ചിട്ട് ഇൻപുട്ട് ജാവ പ്രോഗ്രാമിലേക്ക് റീഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ java.util എന്ന പാക്കേജ് യൂസ് ചെയ്തിരിക്കണം. ദെൻ ഏതാണോ ഇൻപുട്ട് ഞാൻ റീഡ് ചെയ്യാൻ പോകുന്നത് അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള മെത്തേഡാണ് ബോർഡിലുള്ളത്. ആ മെത്തേഡ് സ്പെസിഫൈ ചെയ്യണം. ആ മെത്തേഡ് സ്പെസിഫൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് സ്കാനർ ക്ലാസ് കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒരു ഇൻറ്റിജർ നമ്പർ റീഡ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ജാവ പ്രോഗ്രാമാണ്. ജസ്റ്റ് ഒരു ഇൻറ്റിജർ നമ്പർ റീഡ് ചെയ്തു, ആ ഇൻറ്റിജർ നമ്പർ ഇതാണ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്തു. അത്രയും മാത്രമേ ഇതിൽ ചെയ്തിട്ടുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ സ്കാനർ ക്ലാസ് യൂസ് ചെയ്യണമെങ്കിൽ java.util എന്നൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ ഏതൊരു ജാവ പ്രോഗ്രാം എഴുതിയാലും അതിനൊരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്. സ്ട്രക്ചർ അനുസരിച്ച് ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് പാക്കേജ് ആണ്. കമ്പൽസറി അല്ല, പാക്കേജ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ജാവ പ്രോഗ്രാം എന്ന പ്രീവിയസ് വീഡിയോസ് കാണാത്തവർ പോയി കാണുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ട് എന്ന കീവേഡ് എഴുതി. ഇമ്പോർട്ട് എന്ന് എഴുതിയാൽ മാത്രമേ അതിനുശേഷം എഴുതുന്ന പാക്കേജ് ഏതാണോ അത് നമ്മുടെ കറസ്പോണ്ടിങ് പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ടേ വരത്തുള്ളൂ. സോ ഇമ്പോർട്ട് എന്ന് എഴുതി അതിനുശേഷം java.util.star സിമ്പൽ അല്ലെങ്കിൽ ആസ്റ്ററിക് സിമ്പൽ അത് യൂസ് ചെയ്യുന്നത് സ്കാനർ എന്ന ക്ലാസ് നമുക്ക് പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാനാണ്. ദെൻ സെമികോളൻ യൂസ് ചെയ്തു. അതിനുശേഷം ക്ലാസ് എന്നുള്ള കീവേഡ് എഴുതി ക്ലാസ്സിനൊരു പേര് കൊടുത്തു. ഇത് ജസ്റ്റ് ഒരു ഡെമോ പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഞാൻ ഡെമോ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ക്ലാസ്സിന് പേരായിട്ട്. യൂസറിന് ഇഷ്ടപ്പെട്ട പേര് ക്ലാസ്സിന് കൊടുക്കാവുന്നതാണ്.
ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഐഡൻറ്റിഫയറിൻ്റെ റൂൾ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഡെമോ പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഡെമോ എന്ന് ഞാൻ കൊടുത്ത പേരാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് കൊടുക്കാം. സോ ക്ലാസ് എന്ന കീവേഡിന് ശേഷം ഡെമോ എന്നത് ക്ലാസിൻ്റെ പേരായിട്ടാണ് ഞാനവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ലൈനിൽ ക്ലാസ് എഴുതാനുള്ള കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ലാസ്റ്റ് അത് ക്ലോസ് ചെയ്യാൻ മറക്കരുത്. സോ ആ കേളി പരാന്തസിനുള്ളിൽ നമ്മൾ എപ്പോഴും ഫസ്റ്റ് എഴുതേണ്ട മെയിൻ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മെയിൻ ഫംഗ്ഷൻ ഇവിടെ 1-2 പ്രത്യേകതകളുണ്ട് ജാവയിൽ, ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പബ്ലിക് ആയിരിക്കും, അതുപോലെ സ്റ്റാറ്റിക് ടൈപ്പിലുള്ളതായിരിക്കും, റിട്ടേൺ ടൈപ്പ് വോയിഡ് ആയിരിക്കും, ഇത്രയും പറഞ്ഞു. അതുപോലെ തന്നെ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യേണ്ടത് സ്ട്രിങ് ARGS ആർഗ്യുമെൻറ്റ്സ് എന്നുള്ളതാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സോ പബ്ലിക്, സ്റ്റാറ്റിക്, വോയിഡ്, മെയിൻ, സ്ട്രിങ്, ARGS ആർഗ്യുമെൻറ്റ്സ്. സോ ഇത്രയും എഴുതി കഴിയുമ്പോൾ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി മെയിൻ ഫംഗ്ഷൻ്റെ കേളി ബ്രാക്കറ്റ് നെക്സ്റ്റ് ലൈനിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ സ്കാനർ എന്ന ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. സോ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് കൊടുക്കാം. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന പേര് OB എന്നാണ്. ആ പേര് മറക്കരുത്, OB. സോ സ്കാനർ OB ഈക്വൽ ടു ന്യൂ സ്കാനർ system.in. ഈ ലൈന് തൊട്ട് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നെക്സ്റ്റ് ലൈനിൽ അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു നമ്പറാണ് ഞാനിവിടെ ഇൻപുട്ടായിട്ട് വാങ്ങുന്നത്. നമ്പർ എന്ന് പറയുമ്പോൾ ഞാനൊരു ഇൻറ്റിജർ നമ്പറാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഇൻറ്റിജർ നമ്പർ വാങ്ങാൻ വേണ്ടി ജസ്റ്റ് ഒരു മെസ്സേജ് സ്ക്രീനിൽ കൊടുക്കാം. അതായത് ഒരു നമ്പർ എൻ്റർ ചെയ്യൂ അല്ലെങ്കിൽ ഒരു നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്യൂ എന്നുള്ള ഒരു മെസ്സേജ് സ്ക്രീനിൽ വരണം. അപ്പോൾ എന്തെങ്കിലും സ്ക്രീനിൽ ഔട്ട്പുട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പ്രീവിയസ് വീഡിയോസിൽ ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്ന വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ system.out.print എന്നുള്ള ഒരു ലൈൻ നമുക്ക് വേണം. സോ system.out.print അതിനുള്ളിൽ എന്ത് ചെയ്തു, ഡബിൾ കോട്ട്സിനുള്ളിൽ എൻ്റർ എ നമ്പർ എന്ന് കൊടുത്താൽ ഒരു നമ്പർ എൻ്റർ ചെയ്യൂ എന്നുള്ള എൻ്റർ എ നമ്പർ എന്ന മെസ്സേജ് നമ്മുടെ കൺസോൾ സ്ക്രീനിൽ വരും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കൊടുത്തത്. ആ ലൈൻ കമ്പൽസറി അല്ല. യൂസറിന് ഒരു മെസ്സേജ് കൊടുത്ത് കുറച്ചും കൂടെ ഒരു ID ക്ലിയർ ആവാൻ വേണ്ടി കൊടുത്തതേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഒരു ഇൻറ്റിജർ നമ്പർ നമുക്ക് ഇൻപുട്ടായിട്ട് വാങ്ങണമെങ്കിൽ നെക്സ്റ്റ് ഇൻറ്റ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ആ ഇൻറ്റിജർ നമ്പർ നമ്മൾ ഒരു മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ ആ മെമ്മറിക്ക് ഒരു പേര് നമ്മൾ കൊടുക്കണം, ഐഡൻറ്റിഫയറിന് ഒരു പേര് കൊടുക്കണം. അപ്പം ഞാനിവിടെ കൊടുത്തിരിക്കുന്ന പേര് A എന്നാണ്. A എന്ന് മാത്രമല്ല, ഐഡൻറ്റിഫയറിൻ്റെ റൂൾ അനുസരിച്ച് മെമ്മറിക്ക് എന്ത് പേര് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഐഡൻറ്റിഫയറിൻ്റെ റൂൾ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അതും പ്രീവിയസ് വീഡിയോസിൽ ജാവയുടെ ഐഡൻറ്റിഫയേഴ്സിൻ്റെ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ആ പോർഷൻ കാണാത്തവർ കാണുക. സോ ഇൻറ്റ് എന്നുള്ള ഡേറ്റ ടൈപ്പ് കൊടുത്തു. ഇൻറ്റ് A എന്ന് കൊടുക്കുന്നതിലൂടെ A എന്ന ഒരു വേരിയബിൾ ഇൻറ്റിജർ ഡേറ്റ ടൈപ്പിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സോ ഇൻറ്റ് Aയിലേക്ക് ഞാൻ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഇൻറ്റിജർ നമ്പർ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സ്കാനർ ക്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്കാനർ ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒബ്ജക്റ്റിൻ്റെ പേര് OB എന്നായിരുന്നു. സോ OB ഡോട്ട് ഫംഗ്ഷൻ ഏതാണ് ഇൻറ്റിജർ നമ്പറിൻ്റെ നെക്സ്റ്റ് ഇൻറ്റ്. സോ സിംപ്ലി OB ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് ഫംഗ്ഷൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ A എന്ന വേരിയബിളിലേക്ക് യൂസർ കൊടുക്കുന്ന ഇൻറ്റിജർ നമ്പർ, ആ ഇൻപുട്ടായിട്ട് കൊടുത്ത ഇൻറ്റിജർ നമ്പർ ഏതാണോ ആ ഇൻറ്റിജർ നമ്പർ A എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇത്രയുള്ള സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഇനി ആ ഇൻപുട്ട് എന്താണോ കൊടുത്തത് ജസ്റ്റ് ഇത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ആ സെൻറ്റൻസ് ആവശ്യമുള്ള അത്യാവശ്യമില്ല, ജസ്റ്റ് ആ നമ്പർ ഏതാണെന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി ഓൾറെഡി പറഞ്ഞതുപോലെ ഡിസ്പ്ലേ ചെയ്യാൻ system.out.print എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സിനുള്ളിൽ ദ നമ്പർ ഈസ് പ്ലസ് A എന്ന് കൊടുക്കുമ്പോൾ നമ്പർ ഈസ് Aയിൽ എന്താണോ ഇൻപുട്ടായിട്ട് കൊടുത്തത് അതവിടെ പ്രിൻ്റ് ആവും. ഇത്രയേ ഉള്ളൂ. ദെൻ മെയിൻ ഫംഗ്ഷൻ്റെയും ക്ലാസിൻ്റെയും കേളി ബ്രാക്കറ്റ്സ് ആ ഒരു ബ്ലോക്ക് ക്ലോസ് ചെയ്ത് പ്രോഗ്രാം കഴിഞ്ഞു. അപ്പോൾ ഇത് ബേസിക്കായിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഇൻറ്റിജർ നമ്പർ ഇൻപുട്ട് വാങ്ങി അത് ഡിസ്പ്ലേ ചെയ്യുന്നൊരു പ്രോഗ്രാം ആയിരുന്നു. ഇതേ പ്രോഗ്രാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻറ്റിജർ നമ്പറിന് പകരം ബൈറ്റോ അല്ലെങ്കിൽ സ്ട്രിങ്ങോ അതുപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഇങ്ങനെയുള്ള എല്ലാ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്ത് റീഡ് ചെയ്യാം. ജസ്റ്റ് ആ വേരിയബിളിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇൻറ്റിന് പകരം നിങ്ങൾക്ക് ഏത് ഡേറ്റ ടൈപ്പിലുള്ളതാണോ വേണ്ടത് അത് സ്പെസിഫൈ ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് ഇൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തതിന് പകരം നിങ്ങൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ആ ഒരു വേരിയബിൾ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയ ഡേറ്റ ടൈപ്പിൻ്റെ ഫംഗ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് ലോങ്, നെക്സ്റ്റ് ഫ്ലോട്ട്, നെക്സ്റ്റ് ബൂളിയൻ ഏതാണോ അത് കൊടുക്കുക. നെക്സ്റ്റ് വൺ ഈ ഒരു കറസ്പോണ്ടിങ് പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ എൻ്റർ എ നമ്പർ എന്നുള്ളതാണ്. ഇവിടെ system.out.print എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതുപോലെ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് എഴുതി കാണിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ system.out.print എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് എൻ്റർ എ നമ്പർ ആണ്. സോ എൻ്റർ എ നമ്പർ എന്ന് വന്നു. ഇനി നെക്സ്റ്റ് A എന്ന വേരിയബിളിലേക്ക് നെക്സ്റ്റ് ഇൻറ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഒരു വാല്യൂ നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ 5 ആണ് ഇൻപുട്ടായിട്ട് കൊടുത്തത്.
അടുത്തതായിട്ട് പ്രിന്റ് യൂസ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നമ്പർ ഈസ് പ്ലസ് എ എന്നാണ്. സോ ദ നമ്പർ ഈസ് എന്നുള്ള അതേ ലൈൻ അവിടെ വരും. ഡബിൾ കോഴ്സിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതുപോലെ വരും. ദെൻ പ്ലസ് എ എന്നുള്ളതിൽ എയിൽ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, എയിൽ നമ്മൾ 5 ആണ് റീഡ് ചെയ്തത്. സോ 5 എന്ന ഒരു നമ്പറും കൂടെ അതിനോടൊപ്പം അപ്പൻഡ് ചെയ്ത് വരും. സോ ബേസിക്കലി ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എൻ്റർ എ നമ്പർ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളൊരു നമ്പർ റീഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ 5 ആണ് കൊടുത്തത്. സോ ദ നമ്പർ ഈസ് 5 എന്നൊരു മെസ്സേജ് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. സോ ഇതാണ് ഈ കറസ്പോണ്ടിങ് പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട്. സോ നെക്സ്റ്റ് നമുക്ക് സ്കാനർ ക്ലാസ് യൂസ് ചെയ്തുകൊണ്ട് 2 നമ്പേഴ്സ് ആഡ് ചെയ്ത് അതിൻ്റെ സമ്മ് പ്രിന്റ് ചെയ്യുന്നൊരു പ്രോഗ്രാം നോക്കാം. സോ ബേസിക്കലി ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ java.util എന്നുള്ള പാക്കേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ദെൻ ക്ലാസ് ഡിഫൈൻ ചെയ്തു. ക്ലാസ്സിന് കൊടുത്ത പേര് ഡെമോ എന്നാണ്. മെയിൻ ഫംഗ്ഷനിന് വേണ്ടി പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തു. ദെൻ സ്കാനർ ക്ലാസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ സ്കാനർ ഒബ്ജക്റ്റിൻ്റെ പേര് OB ഈക്വൽ ടു ന്യൂ സ്കാനർ system.in. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ദെൻ ഇവിടെ 2 നമ്പേഴ്സ് റീഡ് ചെയ്യണം. അതിന് സമ്മ് ചെയ്ത് ആ സമ്മിൻ്റെ ആൻസർ പ്രിൻറ്റ് ചെയ്യണം. സോ 2 നമ്പേഴ്സാണ്, 2 ഇൻറ്റിജർ നമ്പേഴ്സാണ്. അതുകൊണ്ട് system.out.printൽ എൻ്റർ ഫസ്റ്റ് നമ്പർ എന്ന മെസ്സേജ് കൊടുത്തുകൊണ്ട് എ എന്ന വേരിയബിളിലേക്ക് ആദ്യത്തെ ഇൻറ്റിജർ നമ്പർ ഞാൻ റീഡ് ചെയ്തു. അതിന് ഇൻറ്റിജർ നമ്പർ ആയതുകൊണ്ട് നെക്സ്റ്റ് ഇൻറ്റ് എന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമതൊരു ഇൻറ്റിജർ നമ്പർ വേണം. സോ അഗെയിൻ ബൈ യൂസിങ് system.out.print function we just give a message enter second number, and by using next in function and in a variable b we just given an input of an integer number. So next s equal to a plus b എന്നൊരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ a b എന്ന 2 നമ്പേഴ്സ് തൊട്ട് മുന്നേ നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ട്. a and b will add together and it will be stored to the variable s. So sൽ ഇപ്പോൾ a യും b ആഡ് ചെയ്ത ആൻസർ ഉണ്ട്. Then we have to print the output s as the total of 2 numbers. So ഇവിടെ ഞാൻ again system.out.println എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് ജസ്റ്റ് ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തു. ടോട്ടൽ ഈക്വൽ ടു എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തിട്ട് അവിടെ എസിൻ്റെ വേരിയബിൾ അപ്പൻഡ് ചെയ്തു. സോ എസിൽ ഇപ്പോൾ എന്താണ് ഔട്ട്പുട്ട് ഇരിക്കുന്നത് അതവിടെ ടോട്ടൽ ഈക്വൽ ടു എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം വരും. സോ ഇപ്പോൾ ഞാൻ എക്ക് 5 എന്നും ബിക്ക് ഞാൻ 2 എന്നുമാണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ 5 + 2 ചെയ്ത് എസിൽ 7 എന്ന വാല്യൂ ആയിരിക്കും ഇരിക്കുന്നത്. എങ്കിൽ ടോട്ടൽ ഈക്വൽ ടു 7 എന്നുള്ള മെസ്സേജ് ആയിരിക്കും ഫൈനലായിട്ട് ലാസ്റ്റ് ലൈനിൽ വരുന്നത്. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഫസ്റ്റ് എൻ്റർ ഫസ്റ്റ് നമ്പർ എൻ്റർ സെക്കൻഡ് നമ്പർ എന്നുള്ള ഫംഗ്ഷനിൽ ഞാൻ പ്രിന്റ് എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേറേഴ്സ് ടു ഡിസ്പ്ലേ ദ ടോട്ടൽ ഐ എം യൂസിങ് println ഫംഗ്ഷൻ. സോ ബേസിക്കലി ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ പ്രിന്റ് ആൻഡ് println ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. println എന്ന് പറയുമ്പോൾ ന്യൂ ലൈനിൽ പ്രിന്റ് ചെയ്യും, പ്രിന്റ് എന്ന് പറയുമ്പോൾ സെയിം ലൈനിൽ പ്രിന്റ് ചെയ്യും. അത്രയും ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് തൊട്ട് മുന്നേ ഉള്ള പ്രിന്റിലും println തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ജസ്റ്റ് ന്യൂ ലൈനിൽ ഔട്ട്പുട്ട് വരട്ടെ എന്ന് ടോട്ടൽ വരട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു println ഫംഗ്ഷൻ യൂസ് ചെയ്തത്. സോ ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് പോകാം. ഫസ്റ്റ് നമ്പർ എന്ന് വരും. അപ്പം നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു. യൂസറിന് ഏത് നമ്പർ ആണെങ്കിലും ഇൻപുട്ടായിട്ട് കൊടുക്കാം. ഞാനിവിടെ കൊടുത്തത് 5 ആണ്. ദെൻ 5 കൊടുത്തു കഴിഞ്ഞ് എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ എൻ്റർ സെക്കൻഡ് നമ്പർ എന്ന മെസ്സേജ് വരും. അപ്പോൾ 2 എന്ന ഇൻപുട്ടാണ് കൊടുത്തേക്കുന്നത്. ദെൻ എഗെയിൻ എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഈക്വൽ ടു 7, 5 + 2 ചെയ്ത ആൻസർ 7 എന്ന് വരും. അപ്പോൾ ഇതാണ് ബേസിക്കലി 2 നമ്പേഴ്സ്, 2 ഇൻറ്റിജർ നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന സ്കാനർ ക്ലാസ് യൂസ് ചെയ്ത് ആഡ് ചെയ്യുന്ന ജാവ പ്രോഗ്രാം. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇൻറ്റിജർ നമ്പർ അല്ലാതെ വേറെയും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റ ടൈപ്സ് അവൈലബിൾ ആണ്. സോ യു ഗൈസ് ക്യാൻ യൂസ് എനി ടൈപ്പ് ഓഫ് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് ഇൻ ദിസ് പെർട്ടിക്കുലർ സ്കാനർ ക്ലാസ്. സോ നെക്സ്റ്റ് വൺ എഗെയിൻ സ്കാനർ ക്ലാസ് യൂസ് ചെയ്ത് ഒരു സ്ട്രിങ് ആയിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ടൈപ്പ് ഓഫ് വാല്യൂ നമുക്ക് എങ്ങനെ ഇൻപുട്ട് ചെയ്യാം, അതെങ്ങനെ ഔട്ട്പുട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇമ്പോർട്ട് java.util എന്നുള്ള പാക്കേജ്, util.star എന്ന പാക്കേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ദെൻ ക്ലാസ് എഗെയിൻ ഡെമോ എന്നാണ് പേര് കൊടുത്തത്. ഓൾറെഡി പറഞ്ഞ പോലെ എന്ത് ക്ലാസ് നെയിം ആണെങ്കിലും കൊടുക്കാം ബൈ ഫോളോയിങ് ദ identifier rule. So next one void main function define ചെയ്തു. public static void main argument ആയിട്ട് string args pass ചെയ്തു. then again scanner class യൂസ് ചെയ്യുമ്പോൾ അതിനൊരു corresponding object create ചെയ്യണം. അതിന് വേണ്ടിയിട്ട് scanner ob equal to new scanner system.in. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. then ഞാൻ ഒരു string type of data ആണ് ഇൻപുട്ട് ആയിട്ട് വാങ്ങാൻ പോകുന്നത്. സോ എൻ്റർ എ സ്ട്രിങ് എന്നൊരു മെസ്സേജ് ഔട്ട്പുട്ട് സ്ക്രീനിൽ വരണം. അതിന് വേണ്ടിയിട്ട് പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് system.out.print എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് എൻ്റർ എ സ്ട്രിങ് എന്ന മെസ്സേജ് കൊടുത്തു. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഔട്ട്പുട്ട് സ്ക്രീനിൽ വരുന്നത് എൻ്റർ എ സ്ട്രിങ് എന്നായിരിക്കും. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്ട്രിങ് എൻ്റർ ചെയ്ത് കൊടുക്കണം. ആ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സ്ട്രിങ്
പ്രോഗ്രാമിലേക്ക് ജാവ പ്രോഗ്രാമിലേക്ക് ആ ഒരു ഇൻപുട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രിംഗ് ടൈപ്പ് ആണ്. സോ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് നമ്മളോട് യൂസ് ചെയ്യേണ്ടത് സ്ട്രിംഗ് ആണ്. സോ സ്ട്രിംഗ് എന്ന ഡേറ്റ ടൈപ്പ് ഞാൻ എടുത്തു. അതിനൊരു വേരിയബിൾ വേണം, ഓൾറെഡി പറഞ്ഞതുപോലെ ആ ഒരു ഡേറ്റ ഹോൾഡ് ചെയ്യാൻ. സോ str എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് വേരിയബിളിന്. എ എന്ന് പിന്നെ പേര് കൊടുക്കാം, ബി എന്ന് കൊടുക്കാം, എന്ത് പേര് വേണമെങ്കിലും, അല്ലെങ്കിൽ string 1 എന്ന് കൊടുക്കാം. സ്ട്രിംഗ് എന്നുള്ള വേർഡ് കൊടുക്കാൻ പറ്റില്ല, കാരണം അതൊരു ഡേറ്റ ടൈപ്പ് ആണ്, ഒരു കീവേഡ് ആയതുകൊണ്ട്. അതല്ലാതെ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ OBയും കൊടുക്കാൻ പറ്റത്തില്ല, കാരണം OB നമ്മൾ ഓൾറെഡി ഒബ്ജക്റ്റിന് വേണ്ടി യൂസ് ചെയ്തു. അപ്പോൾ ഈ 2 പേരല്ലാതെ എന്ത് പേര് വേണമെങ്കിലും ഈ പെർട്ടിക്കുലർ പ്രോഗ്രാമിൽ കൊടുക്കാം. സോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് str എന്ന വേരിയബിൾ നെയിം ആണ്. സോ strലേക്ക് ആ ഒരു ഇൻപുട്ട് ചെയ്യുന്ന സ്ട്രിങ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ട്രിങ് റീഡ് ചെയ്യാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ നെക്സ്റ്റ് ലൈൻ എന്ന ഫംഗ്ഷൻ ആണ്. സോ ഒബ്ജക്റ്റിന്റെ പേര് OB.നെക്സ്റ്റ് ലൈൻ ഫംഗ്ഷൻ കോൾ ചെയ്തുകൊണ്ട് എൻ്റർ എ സ്ട്രിംഗ് എന്ന സ്റ്റേറ്റ്മെന്റിന് ശേഷം നമ്മൾ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന ആ ഒരു സ്ട്രിംഗ് ഡേറ്റ str എന്ന വേരിയബിളിലേക്ക് റീഡ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചു. ദെൻ ഞാനിപ്പോൾ എൻ്റർ ചെയ്ത സ്ട്രിംഗ് എന്താണ് അത് അതുപോലെ എനിക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഓൾറെഡി പറഞ്ഞ പോലെ system.out.print എന്ന ഫംഗ്ഷൻ്റെ സഹായത്തോടു കൂടി ഒരു മെസ്സേജ് കൊടുത്തു, യു ഹാവ് എൻറ്റേർഡ്. അത് നിർബന്ധമില്ല, ഞാൻ എൻ്റെ ജസ്റ്റ് ഒരു മെസ്സേജ് വരാൻ വേണ്ടി കൊടുത്തതേ ഉള്ളൂ. സോ യു ഹാവ് എൻറ്റേർഡ് എന്നതിന് ശേഷം str കൊടുത്തു. അപ്പോൾ str ഇപ്പോൾ എന്തുണ്ടോ അത് അതുപോലെ ഔട്ട്പുട്ട് സ്ക്രീനിൽ വരും യു ഹാവ് എൻറ്റേർഡിന് ശേഷം. സോ ഇതാണ് ബേസിക്കലി ഒരു സ്ട്രിംഗ് ഡേറ്റ ജാവ പ്രോഗ്രാമിലേക്ക് സ്കാനർ ക്ലാസ് യൂസ് ചെയ്ത് എങ്ങനെ ഇൻപുട്ട് കൊടുക്കാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. സോ ബേസിക്കലി പ്രിന്റ് ഫംഗ്ഷനിൽ നമ്മൾ ഫസ്റ്റ് എഴുതിയിരിക്കുന്ന എൻ്റർ എ സ്ട്രിംഗ് ആണ്. സോ എൻ്റർ എ സ്ട്രിംഗ് എന്ന ഔട്ട്പുട്ട് അതുപോലെ വരും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ലൈൻ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് strലേക്ക് ഒരു ഇൻപുട്ട് നമ്മൾ വാങ്ങുന്നുണ്ട്. അങ്ങനെയാണ് കോഡ് എഴുതിയിരിക്കുന്നത്. സോ ഞാൻ ഇവിടെ കൊടുത്ത ഇൻപുട്ട് മൈ നെയിം ഈസ് അഞ്ജലി എന്നാണ്. അതൊരു സ്ട്രിംഗ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രിംഗോടെ കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ യു ഹാവ് എൻറ്റേർഡ് എന്നുള്ള മെസ്സേജ് അതുപോലെ വരും str യൂസ് ചെയ്തിരിക്കുന്നത് കാരണം str എന്ന വേരിയബിൾ എന്താണോ ഉള്ളത് ആ ഡേറ്റ യു ഹാവ് എൻറ്റേർഡിന് ശേഷം വരും. സോ strൽ ഞാൻ തൊട്ട് മുന്നേ റീഡ് ചെയ്തത് എന്താണ്, മൈ നെയിം ഈസ് അഞ്ജലി. സോ യു ഹാവ് എൻറ്റേർഡ് മൈ നെയിം ഈസ് അഞ്ജലി എന്നൊരു മെസ്സേജ് സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. സോ ബേസിക്കലി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് ജാവ പ്രോഗ്രാമിലെ ഇൻപുട്ട് എങ്ങനെ റീഡ് ചെയ്യാം. 3 മെത്തേഡാണുള്ളത് ബേസിക്കലി. അതിൽ സ്കാനർ ക്ലാസ് എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് പഠിച്ചത്. അതിൻ്റെ പ്രോഗ്രാംസും നോക്കി. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. കൂടുതൽ ജാവയുടെ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.